ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ മൈസൂറാണ്. നമ്മൾ റൈഡർ മീനിക്ക് പോവുകയാണ്. ഞാനും റിങ്കോ ഉണ്ട്. റിങ്കോ ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ടുപേരുണ്ട്, പിന്നെ വേറൊരു 13 പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെയാണ് പോകുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾ തിരിച്ചായിരുന്നു, ഇന്നലെ എടുക്കാൻ പറ്റിയില്ല വീഡിയോസൊന്നും. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ മൈസൂർ തൊട്ട് ഗോവയിൽ പോവുകയാണ്. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഗോവയിൽ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ പോകുന്ന വഴി കാണാം. ഇതിപ്പോൾ നമ്മൾ ഇറങ്ങുവാണ് ഇവിടെ നിന്ന്. ബൈക്ക് ഫുള്ള് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ടാങ്ക് ബാഗും ഒക്കെ സെറ്റ് ചെയ്ത്, ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ട് ഇതൊക്കെ നമ്മളെ കൂടെ വന്ന ആൾക്കാരാണ്. ഓക്കെ. 10 വണ്ടിയുണ്ട്. 10 വണ്ടി 13 ആൾക്കാർ. ഇതെവിടെയാണ് നമ്മൾ താമസിച്ച സ്ഥലം. ഓക്കെ. റിങ്കോയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കും. ഏകദേശം 600 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാനുള്ളതാണ്. 600 കിലോമീറ്റർ ഇന്നലെ ഓടിയ സെയിം കിലോമീറ്റർ ഇന്നും കവർ ചെയ്യാൻ കിടക്കണം. പക്ഷേ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നലത്തെ ഏറ്റവും വലിയ ഫോൾട്ട് റെസ്റ്റ് കൂടുതലായിരുന്നു. ചായ കുടിക്കാൻ ഇറങ്ങിയാലും വെള്ളം കുടിക്കാൻ ഇറങ്ങിയാലും 1 മണിക്കൂർ 1.5 മണിക്കൂർ റെസ്റ്റ്. അത് ഇന്ന് പറ്റില്ല. നമുക്കിന്ന് 600 കിലോമീറ്റർ കവർ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 120 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റോപ്പുള്ളൂ. അതായത് 4-5 ഹോട്ട് മാത്രം. ഓക്കെ. ഒന്ന് കാപ്പി കുടിക്കാം, ഒന്ന് കൂടെ കഴിക്കാൻ, ഇടയ്ക്ക് 2-3 വെള്ളം കുടി, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ചുമ്മാ വണ്ടി നിർത്തി കളയരുത്. അഥവാ എവിടെയെങ്കിലും ആർക്കെങ്കിലും കൂടെ തെറ്റിയ ഭാഗത്തൂർ ലൊക്കേഷൻ ഇട്ടിട്ട് കയറിക്കൊള്ളുക. ഓക്കെ. ഹൈവേ തന്നെയാണ്. ഓക്കെ അല്ലേ? അതുമാതിരി എല്ലാവരും കൂടെ പിടിക്കുക. ഒരാൾ വണ്ടി നിർത്തിയാൽ കൂടെ എല്ലാവരും വണ്ടി നിർത്തണ്ട. ഏറ്റവും ബാക്ക് വരുന്ന ആൾ നോക്കിക്കോളും. ഓക്കെ. എവിടെ ഡീവിയേഷൻ പ്രധാന കാര്യം, എവിടെ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ഏറ്റവും ബാക്ക് വരുന്ന ആൾ ചവിട്ടിക്കോണം. അഥവാ തൊട്ട് ബാക്കിലുള്ള ആൾ കിട്ടിയില്ലെങ്കിൽ പുള്ളി എടുത്തുകൊണ്ട് വരാവും. ഡീവിയേഷൻ ഉണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആണെങ്കിൽ ചോദിക്കും. ഓക്കെ അല്ലേ? പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ. അതായത് നമ്മൾ ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയിരിക്കുകയാണ്. റിങ്കോ ഇവിടെ ഫോണൊക്കെ നോക്കുന്നു. ഹലോ റിങ്കോ. ഇല്ലേ ഫോണാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പെട്രോൾ അടിച്ച് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോകാൻ പോവാണ്. നമ്മൾ ഗോവയിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈഡർ മീന നടക്കുവാണ്. 21, 22, 23 അല്ലേ റൈഡർ മീന. അതെ, 3 ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അവിടുത്തതൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇന്നലെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇന്നലെ ഒന്നാമത്തെ കാര്യം റെസ്റ്റായിരുന്നു, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. എല്ലാവരും ഓടിയെത്താനുള്ള തിരക്കിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ക്യാമറയൊക്കെ ഫിക്സ് ചെയ്യാനൊക്കെ പോയി. അപ്പോൾ ഇന്ന് മുതലുള്ള ആണ് അത് കാണാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങോട്ട് പോകെ കാണാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി രാവിലെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ രാവിലത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പരീക്ഷിക്കുകയാണ് ഇന്നോട്ട്. അതെ, പരീക്ഷണം. നമുക്ക് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. കർണാടക പാവ് ബജി അങ്ങനെയൊക്കെ ഉള്ളൂ. പാവ് ബജിയൊക്കെ മുംബൈയിലല്ലേ? അതല്ലേ ഇതെന്താന്ന് ബജി? എന്തൊക്കെയുണ്ട്?
ഇന്നലെ ഫ്രൈഡ് റൈസ് കഴിച്ചപ്പോൾ അവന്മാർ അരിയിൽ കുരുമുളക് ഇട്ട് തന്നു. ഇന്നിനി എന്താ അവസ്ഥ ആവുക? ഓക്കെ ഗൈസ്, അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഫുഡ്. ഇഡ്ഡലിയും ദോശയും കൂടെ ചേർന്ന സാധനമാണ്. എങ്ങനെയുണ്ട് ചേട്ടാ ഫുഡ്? സൂപ്പർ, അടിപൊളി. സൂപ്പർ. ഓക്കെ, നോക്കാം. ദോശയും ഇഡ്ഡലിയും കൂടെ ചേർന്ന സാമ്പാർ. ദോശയുടെ കട്ടിയുള്ള പ്രശ്നമല്ലേ? കുറച്ചുകൂടെ ഇതിൽ അവർ നമ്മൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി പരത്തി സാധനം കൊള്ളാം. വിചാരിച്ച പോലെ അല്ലല്ലേ? വിചാരിച്ച പോലെ അല്ല. ഇതിപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ നടക്കാൻ പോകണം. ഇനി നേരെ നമ്മൾ ഗോവയിലോട്ടാണ് പോകുന്നത്. ഒരു ലോങ് റൈഡാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഇൻവോയ്സ് റെക്കോർഡിങ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് മൈക്കിൻ്റെ ചെറിയൊരു ഇതുണ്ട്. അത് സംഭവം ഒരു സെറ്റപ്പ് കറക്റ്റ് ആവുന്നില്ല. സോ മൈക്കും കൂടെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൽ കൂടുതൽ റൈഡിൻ്റെ വീഡിയോ ആകുമ്പോഴത്തേക്കും ഭയങ്കര ബോറിംഗ് ആയിരിക്കും. കഴിഞ്ഞ വ്ളോഗ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തന്നെ ബോറിംഗ് ആയി. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ ഉടനെ നമുക്ക് ഇതിൻ്റെ മൈക്കിൻ്റെ സെറ്റപ്പ് എന്തായാലും കൊണ്ടുവരും. അപ്പോൾ റൈഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ അവിടെ ചെന്നിട്ടുള്ളതും പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നതൊക്കെ ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഫുഡെന്ന് പറയാനായിട്ട് ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ്ലി സൗത്തും അങ്ങനെയൊക്കെയുള്ള സംഭവം. സൗത്ത് ഇന്ത്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ കുറഞ്ഞ ഹൈദരാബാദി ഐറ്റംസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സ്പൈസിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ല. അപ്പോൾ ഞാൻ റിങ്കോയും പറഞ്ഞത് ബട്ടർ നാനും ചിക്കനും പറഞ്ഞു. അത് കഴിച്ചിറങ്ങി ഇനി അടുത്ത് നേരെ ഗോവയിലോട്ടാണ്. അപ്പോൾ അടുത്ത് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. സമയം ഇപ്പോൾ 4:14. ഒരു എന്തായാലും ഒരു 9-10 മണിയാവും തോന്നുന്നുണ്ട്. ചിലപ്പോൾ കൂടാം. ഓക്കെ, തുടക്കണം. ഗൈസ്, അങ്ങനെ ഒരു നീണ്ട റൈഡിന് ശേഷം നമ്മൾ അവസാനം ഗോവയിലെത്തി. ഒരു നമ്മുടെ മഹാരാഷ്ട്ര ടച്ച് ചെയ്താൽ വന്നത്. കുറച്ച് ലോങ് ആയിരുന്നു റൈഡ്. കുറച്ച് ചുറ്റി വന്നതുപോലെ കുഴപ്പമില്ല, എന്നാലും എത്തി. സമയം ഏകദേശം 1:30 ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഈ വില്ല പോലത്തെ വില്ലയാണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ ഇവിടെയാണ്.
ഇവിടെയാണ് ബൈക്കൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല. ഇനി എന്തായാലും ഇനി നല്ല ഉറക്ക ക്ഷീണമുണ്ട്. സോ ഫ്രഷ് ആവുക, ഉറങ്ങുക, ബാക്കി നാളെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. നമുക്ക് ഗോവയിൽ റൈഡർ മീഡിയ ഡേ 1 നാളെ ഷൂട്ട് ചെയ്യും. അപ്പോൾ നാളത്തെ അത് വേറൊരു ഇതായിട്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തായി പോകും. സോ ഓക്കെ ഗൈസ്, അപ്പോൾ റൈഡർ മീഡിയ ഡേ 1 വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഓക്കെ, ഉടനെ വരുന്നതായിരിക്കും ഗൈസ്. ബൈ.